പാകിസ്ഥാനും തുർക്കിയും സൗദി അറേബ്യയും ഇനി ഇന്ത്യയെ വിറപ്പിക്കുമോ? പാകിസ്ഥാനും സൗദി അറേബ്യയും തുർക്കിയും കഴിഞ്ഞ ദിവസം ഒരു പ്രതിരോധ ഉടമ്പടിയിൽ ഒപ്പുവച്ചിരുന്നു. അതായത് ഈ മൂന്ന് രാജ്യങ്ങളിൽ ആരുടെയെങ്കിലും നേരെ ഒരാക്രമണം ഉണ്ടായാൽ, ഒരു സായുധ ആക്രമണം ഉണ്ടായാൽ, ഈ മൂന്ന് രാജ്യങ്ങൾക്കും നേരെ നടന്ന ആക്രമണമായി കരുതപ്പെടും. ഈ ആക്രമണത്തെ ഈ മൂന്ന് രാജ്യങ്ങളും ഒരുമിച്ച് പ്രതിരോധിക്കും. ഇതാണ് ഈ പ്രതിരോധ കരാറിലെ ഒരു ഉള്ളടക്കം എന്നത്. നമുക്കറിയാം, പാകിസ്ഥാൻ ഇന്ത്യയുടെ ശത്രു രാജ്യമാണ്. തുർക്കിയും ഏതാണ്ട് അതേ സ്റ്റാൻഡേർഡിലുള്ള ഒരു രാജ്യമാണ്. ഈ രണ്ട് രാജ്യങ്ങളും ഒരുമിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യത്തിൻ്റെ പട്ടികയിലുള്ള സൗദി അറേബ്യ ഇവരോടൊപ്പം കൂടുന്നു, ഒരു പ്രതിരോധ ഉടമ്പടി ഉണ്ടാക്കുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഈ സാഹചര്യം ഇന്ത്യക്ക് പ്രതികൂലമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം സ്ഥിതിഗതികൾ, കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം സസൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് എന്നാണ് ഇപ്പോൾ മറുപടി ഔദ്യോഗികമായി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിൽ ആശങ്കയൊന്നും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം അല്ലെങ്കിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഒന്നും പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷേ സൂക്ഷ്മമായി സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നു എന്ന് ഇന്ത്യ പറയുന്നുണ്ട്. കാരണം ഈ അടുത്ത കാലത്താണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ ഒരു സൈനിക നടപടി നടത്തിയത്. അത് പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു. പഹൽഗാമിൽ 26 നിരപരാധികളായ വിനോദസഞ്ചാരികളുടെ ജീവനെടുത്തത് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത തീവ്രവാദികളായിരുന്നു എന്ന് ഇന്ത്യക്ക് തെളിവ് ലഭിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഒരു സൈനിക നടപടി നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് കനത്ത പ്രഹരമേറ്റിരുന്നു. ഇന്ത്യ ഭീകര കേന്ദ്രങ്ങളെയാണ് ആദ്യം ലക്ഷ്യം വെച്ചത്. എന്നാൽ ഇത് ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യക്ക് നേരെ വലിയ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുകയായിരുന്നു. പാകിസ്ഥാന്റെ ആക്രമണങ്ങളെയെല്ലാം ഇന്ത്യ ആകാശത്ത് വെച്ച് തന്നെ നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ ഇന്ത്യയുടെ ആക്രമണങ്ങൾ തടുക്കാൻ പാകിസ്ഥാന് സാധിച്ചില്ല. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ ആവശ്യപ്പെടുകയായിരുന്നു. ഇന്ത്യ പിന്നീട് അതിന് സമ്മതിച്ചു. അങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ദൂർ താൽക്കാലികമായി അവസാനിച്ചത്. വെടിനിർത്തുമ്പോൾ ഇന്ത്യ ഒരു കാര്യം പറഞ്ഞിരുന്നു: സമാനമായ തീവ്രവാദി ആക്രമണം ഇന്ത്യക്ക് നേരെ ഉണ്ടായാൽ അത് ഇന്ത്യ തീവ്രവാദി ആക്രമണമായി കരുതില്ല. പാകിസ്ഥാൻ നേരിട്ട് ഇന്ത്യ ആക്രമിക്കുന്നതായി മാത്രമേ കരുതുകയുള്ളൂ. ഇതിന് തക്കതായ മറുപടി ഉണ്ടാകും. ആ സമയത്ത് ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കുമെന്നും ഇന്ത്യ പറഞ്ഞിരുന്നു. അതിനുശേഷം പാകിസ്ഥാന് വല്ലാത്ത ഭയമാണ്. പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ അമേരിക്കയുമായും മറ്റ് ചില രാജ്യങ്ങളുമായിട്ടുമൊക്കെ കൂട്ടുകൂടാൻ ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത്. സൗദി അറേബ്യയുമായി പല രീതിയിലുള്ള പ്രതിരോധ സഹകരണം അത് ഉറപ്പുവരുത്തുക, അതിനുശേഷം തുർക്കിയെയും പാകിസ്ഥാനെയും അതുപോലെ തന്നെ സൗദി അറേബ്യയും ഒരുമിപ്പിക്കുന്ന ഒരു ഡിഫൻസ് കരാർ ഉണ്ടാക്കുക. ഇതാണ് ഈ പാകിസ്ഥാന്റെ ലക്ഷ്യമായിരുന്നത്. അതിപ്പോൾ നടന്നിരിക്കുകയാണ്. പക്ഷേ ഈ മൂന്ന് രാജ്യങ്ങളും ഒന്നിച്ചാലും ഇന്ത്യക്ക് ഭയക്കേണ്ടതില്ല എന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. കാരണം സൗദി അറേബ്യ ഇന്ത്യയുടെ ഒരു ഉറ്റ ചങ്ങാതിയാണ്. പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിച്ചു എന്ന് വച്ച് സൗദി അറേബ്യ ഇന്ത്യയെ ആക്രമിക്കാനൊന്നും പോകുന്നില്ല. തുർക്കി ഒരുപക്ഷെ പണമോ ആയുധമോ ഡ്രോണുകളോ കൊടുത്ത് സഹായിച്ചേക്കാം. അതിനപ്പുറം തുർക്കിയും ഇന്ത്യക്കെതിരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇതാണ് ഇന്ത്യ ഈ കാര്യത്തിൽ യാതൊരുവിധ ആശങ്കയുമൊന്നും കൂടാതെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് മിണ്ടാതിരിക്കുന്നത്. എന്തായാലും സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പ്രതിരോധ സഹകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇവിടെ പശ്ചിമേഷ്യയിൽ വലിയ സംഘർഷം നടക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം എന്ന് പറഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇറാൻ ഇതിന് മറുപടി നൽകുന്നത് ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ടാണ്. ആദ്യഘട്ടത്തിൽ സൗദി അറേബ്യയ്ക്ക് നേരെയാണ് ഇറാൻ നിരന്തരം ആക്രമണം നടത്തിയിരുന്നത്. എന്നാൽ ഇറാൻ ഇപ്പോൾ സൗദി അറേബ്യയെ അങ്ങനെ ആക്രമിക്കുന്നില്ല. പാകിസ്ഥാന്റെ സമ്മർദ്ദമാണ് ഇതിന് പിന്നിലെന്ന് പറയപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഈ ഹൂത്തികൾ ഇപ്പോൾ സൗദി അറേബ്യയ്ക്ക് നേരെ വലിയ ആക്രമണം അല്ലെങ്കിൽ വലിയ ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഒരു ഭാഗത്ത് ഇറാനും മറുഭാഗത്ത് ഹൂത്തികളും സൗദി അറേബ്യയ്ക്ക് നേരെ വലിയ സുരക്ഷാ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. മാത്രമല്ല, ഏറ്റവും അവസാന ഘട്ടത്തിൽ ശക്തമായ ആക്രമണം തുടങ്ങാൻ ഞങ്ങളിതാ ഒരുങ്ങുന്നു എന്ന് ഇറാനെതിരെ അമേരിക്ക പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അങ്ങനെ ആക്രമണം നടത്തിയാൽ ഗൾഫ് മേഖലയിലെ എണ്ണപ്പാടങ്ങളടക്കം ഞങ്ങൾ ചുട്ടുകരിക്കുമെന്ന് ഇറാനും പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എന്നും ഇറാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വലിയ ഭീഷണികൾ, ഈ രണ്ട് ഭീഷണികളെ മറികടക്കാൻ അമേരിക്കയെ കൊണ്ട് സാധിക്കുമോ എന്ന് സൗദി അറേബ്യയ്ക്ക് വലിയ സംശയമുണ്ട്. കാരണം ഈ നാറ്റോ സഖ്യകക്ഷികളുടെ ഇടയിലാണ്
ഇടപെടുമ്പോഴാണ് ഇത്തരമൊരു ഒരു ഒരു നിബന്ധനയുള്ളത്. അതായത് ഏതെങ്കിലും ഒരു നാറ്റോ സഖ്യകക്ഷിയെ ആക്രമിച്ചാൽ അത് എല്ലാ രാഷ്ട്രങ്ങളെയും, നാറ്റോ സഖ്യത്തിലുള്ള എല്ലാ രാജ്യങ്ങളെയും ആക്രമിച്ചതിന് തുല്യമായി അവർ കണക്കാക്കി കളയും. ആർട്ടിക്കിൾ 5 എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇങ്ങനെ ആർട്ടിക്കിൾ 5 തുല്യമായ ഒരു പരിരക്ഷ സൗദിക്കും വേണമെന്ന് സൗദി കുറേ നാളായി അമേരിക്കയോട് ആവശ്യപ്പെടുകയാണ്. പക്ഷേ ആ ആവശ്യം അമേരിക്ക നിരസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അമേരിക്കയുടെ കാല് ഇനി പിടിക്കുന്നതിന് പകരം മേഖലയിലെ ചില സുപ്രധാന സൈനിക ശക്തികളുമായി ചേർന്ന് ചില കൂട്ടായ്മകൾ ഉണ്ടാക്കാനാണ് സൗദി ശ്രമിക്കുന്നത്. സുരക്ഷയ്ക്കായി ഏതെങ്കിലും ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം മറ്റു പല രാജ്യങ്ങളെയും ആശ്രയിക്കാമെന്നാണ് ഇപ്പോൾ സൗദിയുടെ നിലപാട്. അതുകൊണ്ടാണ് പാകിസ്ഥാനെയും തുർക്കിയെയും ഒപ്പം നിർത്തിക്കൊണ്ട് ഒരു കരാർ ഒപ്പിടാൻ സൗദി തയ്യാറായത്. അതിനുവേണ്ടി ആതിഥ്യമരുളിയത് സൗദിയാണ്. സൗദിയിലെ മെക്കയിൽ വെച്ചിട്ടാണ് ഈ ഒരു കരാറിന് അന്തിമ രൂപം നൽകിയിരിക്കുന്നത്. മെക്ക ജോയിൻറ്റ് ഡിറ്ററൻസ് എഗ്രിമെൻ്റ് എന്ന് തന്നെയാണ് അതിൻ്റെ പേര്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും അതോടൊപ്പം തന്നെ അവരുടെ ഫീൽഡ് മാർഷൽ അസീം മുനീറും ഈ പ്രതിരോധ കരാറിൽ ഒപ്പിടാനായി സൗദിയിൽ കഴിഞ്ഞ ദിവസം തന്നെ എത്തിയിരുന്നു. ഉംറ നിർവഹിച്ചതിന് ശേഷമാണ് ഇവർ ഈ കരാറിൽ ഒപ്പിടാനായി എത്തിയത്. തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗനും അവിടെ എത്തിയിട്ടുണ്ട്. സൗദിക്ക് വേണ്ടി സൗദിയുടെ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാനാണ് ഈ കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഇങ്ങനെ ഉള്ള ഒരു കരാർ തീർച്ചയായും വലിയ ഒരു ഈ ആർട്ടിക്കിൾ 5 സമാനമായ ഏതെങ്കിലും രീതിയിൽ നാറ്റോ സഖ്യകക്ഷികളുടെ ഒരു തീരുമാനമുണ്ടല്ലോ, അത്രമാത്രം തീവ്രമായ ഒരു കരാറൊന്നുമല്ല. പക്ഷേ ഇതുകൊണ്ട് ചില പ്രയോജനങ്ങൾ സൗദി അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഉണ്ടുതാനും. അത് പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ടതാണ്. 2025 മുതൽ പാകിസ്ഥാനുമായി ഇതേ ഒരു പ്രതിരോധ കരാർ സൗദിക്കുണ്ട്. മാത്രമല്ല 2020 മുതൽ 6 ഗൾഫ് രാജ്യങ്ങളുമായും സൗദിക്ക് സമാനമായ രീതിയിലുള്ള സുരക്ഷാ സഹകരണമുണ്ട്. പക്ഷേ ഇതൊന്നും ഈ ഇറാൻ യുദ്ധകാലത്ത് വലിയ രീതിയിൽ പ്രയോജനപ്പെടുന്നില്ല എന്നൊരു വശം കൂടിയുണ്ട്. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ പ്രതിരോധ പങ്കാളികളെ സൗദി അറേബ്യ തേടിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ ഏറ്റവും കൂടുതൽ പ്രസക്തമാകുന്നത് ഇന്ത്യയുമായിട്ടുള്ള ഒരു തർക്കം തന്നെയാണ്. ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന് സമാനമായ ആക്രമണം നടത്തിയാൽ സൗദിയുടെ സഹായം തേടാം എന്നാണ് പാകിസ്ഥാൻ കണക്ക് കൂട്ടുന്നത്. പക്ഷേ സൗദി ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇടപെടുമോ എന്ന് ഇപ്പോഴും സംശയമുണ്ട്. ഈജിപ്റ്റ്, ജോർദാൻ പോലെയുള്ള രാജ്യങ്ങളുമായി ഇതിനോടകം പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള പ്രതിരോധ സഹകരണം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അമേരിക്കയുമായി ഒരു പ്രതിരോധ സഹകരണം ഇല്ല എങ്കിൽ കൂടി അമേരിക്കയുമായിക്കൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രധാനപ്പെട്ട കക്ഷിയായി മാറുക, ഇതിനൊക്കെ പാകിസ്ഥാൻ ശ്രമിക്കുന്നുമുണ്ട്. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് വിഷയം. തുർക്കി നേരത്തെ ഖത്തർ, അതുപോലെ തന്നെ സിറിയ, ലിബിയ തുടങ്ങിയ രാജ്യങ്ങളുമായി ഇത്തരത്തിലുള്ള പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് ശേഷം ഇന്ത്യ തുർക്കിയെ ഏതാണ്ട് ശത്രു രാജ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ആ സമയത്ത് ഇന്ത്യയെ ആക്രമിക്കാനായി ആയുധങ്ങളടക്കം തുർക്കി പാകിസ്ഥാന് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ സുരക്ഷ വർദ്ധിപ്പിക്കുക എന്നുള്ളത് തുർക്കിയുടെ കൂടെ ആവശ്യമാണ്. 3 രാജ്യങ്ങളും മുസ്ലിം രാജ്യമാണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ 3 രാജ്യങ്ങളും പ്രാദേശികമായി ഒരുമിച്ച് പ്രവർത്തിച്ചാൽ, അതിൻ്റെ നേതൃത്വം സൗദിക്ക് ലഭിച്ചാൽ തീർച്ചയായും ഗുണപരമായ മാറ്റം ഈ മേഖലയിലെ സമാധാനത്തിന് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് സൗദി വിശ്വസിക്കുന്നുണ്ട്. മാത്രമല്ല പാകിസ്ഥാനും തുർക്കിയും ഇക്കാര്യങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഈ 2 രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്നും വലിയ രീതിയിലുള്ള ഭീഷണി നേരിടുന്നുണ്ട് എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ ഇന്ത്യയെ ആക്രമിക്കാത്തിടത്തോളം കാലം, ഇന്ത്യയിൽ ഭീകരാക്രമണം നടക്കാത്തിടത്തോളം കാലം ഇത്തരം രാജ്യങ്ങൾക്ക് മേൽ ഏകപക്ഷീയമായ ആക്രമണം നടത്തുന്ന രാജ്യമൊന്നുമല്ല. പക്ഷേ എന്തായാലും ഈ എന്ത് തരത്തിലുള്ള സുരക്ഷാ മുൻകരുതലുകൾ എടുത്തിട്ടായാലും ഇന്ത്യക്കകത്തെ ഭീകരപ്രവർത്തനം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറല്ല എന്നുകൂടി ഇതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. എന്തായാലും 3 രാജ്യങ്ങളും വളരെ കൃത്യമായ സുരക്ഷാ കരാറിൽ ഒപ്പിട്ടിരിക്കുന്നു. ആ സുരക്ഷാ കരാറിൽ ഇന്ത്യക്കൊരല്പം ആശങ്കയുണ്ട്. പക്ഷേ ആശങ്കയൊന്നും ഇന്ത്യ പുറത്തു പറയുന്നില്ല. സ്ഥിതിഗതികൾ ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. എന്തായാലും ഒരു ആക്രമണമുണ്ടായാൽ, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടായാൽ സൗദി ഇടപെടാതെ നോക്കാനുള്ള എല്ലാ കരുത്തും ഇപ്പോൾ ഇന്ത്യക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരം കാര്യങ്ങളിലേക്ക് ഈ 3 രാജ്യങ്ങളും കടക്കുമ്പോൾ ഇന്ത്യ സസൂക്ഷ്മം ഈ പ്രതിരോധ ഉടമ്പടിയും അതുമായി തുടർന്നുള്ള തുടർ പ്രവർത്തനങ്ങളും നിരീക്ഷിച്ചു വരികയുമാണ്.